പട്ടുപാവാട മാറിയോ? വിഷുവിനെടുത്ത പട്ടുപാടയും കൊള്ളൂല, അമ്മാമ്മ വാങ്ങിച്ചു തന്ന പട്ടുപാടയും കൊള്ളൂല. ഞാൻ കുശുമ്പിയൊന്നുമല്ല, ഞാൻ കാര്യം പറഞ്ഞതാ. 2 പട്ടുപാട കൊള്ളൂല. എന്താടി എന്റെ ഉടുപ്പിന് കുഴപ്പം? കുണിക്കുമോളെ, അച്ഛനും അമ്മയൊക്കെ എവിടെയാ? വേണ്ട, ഞാനേ കുണിക്കും കുണുക്കനും വിഷു കൈനീട്ടം തരാൻ വന്നതാ. 2 പേരും കൂടി എടുക്കണം കേട്ടോ. ആഹാ മിടുക്കി. അല്ല, ഈ കുട്ടി ഏതാ? ഓ, മായയുടെ മോളാണല്ലേ? ചെറുതിലെ കണ്ടതല്ലേ, ഞാൻ മറന്നുപോയി. അതാ. ഇന്നാ മോളെ വിഷു കൈനീട്ടം. എന്നാ ഞാൻ ചെല്ലട്ടെ മക്കളെ. അവക്ക് 500 രൂപയും എനിക്ക് 100 രൂപയും. ഒരു പപ്പുവെങ്കില് എങ്ങനെയെങ്കിലും ഇവളുടെ കയ്യിലുള്ള കാശ് വാങ്ങിച്ചെടുക്കണം. എന്താ ചെയ്യാ? ആരെ കുണിക്ക് ഇപ്പൊ വന്നേ? ഓ, അപ്പൊ കടയിലെ ജോലിക്കാരനാണല്ലേ? അല്ല, പപ്പുവെങ്കിലിന് കുണിക്കുമോളെ ഇഷ്ടമല്ലേ? അയ്യേ, നിന്നെ ഇഷ്ടമല്ലെന്നാ തോന്നുന്നേ. ഇതേ കണ്ടില്ലേ, നിനക്ക് അഴുക്ക് പറ്റിയ മുഷിന്റെ നോട്ട് തന്നത്. ഓ, നോട്ടെന്ന് പറഞ്ഞാലേ കാശ്. നോക്കി അഴുക്ക് പിടിച്ച് ചെളിപുരണ്ട കാശാ നിനക്ക് തന്നെ. എനിക്ക് തന്നതോ നല്ല ഒന്നാന്തരം ബ്ലൂ കളർ, നല്ല അടിപൊളി നോട്ട്. അതാ പറഞ്ഞേ, ആ വന്ന പപ്പുവെങ്കിലിന് നിന്നെ ഇഷ്ടമല്ല, എന്നെയാ ഇഷ്ടപ്പെട്ടെ. നീ എനിക്ക് അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. വേണമെങ്കിൽ ഞാനൊരു ഐഡിയ പറയാം. നീ ഈ മുഷിന്റെ നോട്ട് എനിക്ക് തന്നാലേ ഞാൻ എന്റെ കയ്യിലുള്ള ബ്ലൂ കളറിലെ നോട്ട് നിനക്ക് തരാം. നീ കുഞ്ഞല്ലേ, നിനക്ക് നോട്ട് കഴുകിയെടുക്കാനൊന്നും അറിയില്ലല്ലോ. നിന്റെ ആ മുഷിന്റെ നോട്ട് തന്നാൽ ഞാൻ നല്ലപോലെ കഴുകിയെടുത്തോളാം. നീ എന്റെ കയ്യിലുള്ള ബ്ലൂ കളറിലെ നോട്ട് എടുത്തോ. എന്റെ നോട്ട് ഇന്നാ, ഇനി നിന്റെ നോട്ട് താ. കുണുക്കി ലല്ലി. എന്താ ഇവിടെ പരിപാടി? ഒന്നുമില്ല ചേച്ചി, കടയിലെ പപ്പുവെങ്കിലും ഒന്ന് വിശുക്കനീട്ടം തന്നു കുണിക്കും എനിക്കും. എന്റേത് കാശ് ഞാൻ കുണിക്ക് തന്നെ കൊടുത്തതാ, എനിക്ക് കാശ് വേണ്ട. അത് തന്നെയാ, അതെ എന്റെ കാശ് അവളുടെ കയ്യിരിക്കണ കണ്ടില്ലേ? ഇടില്ല അല്ലി മോളെ, നിങ്ങൾ സംസാരിച്ചത് മുഴുവൻ ഞാൻ അപ്പുറത്ത് നിന്ന് കേട്ടടി. നീയേ 100 രൂപ കൊടുത്ത് കുണിക്കിയുടെ 500 രൂപ തട്ടിപ്പറിക്കാൻ നോക്കിയല്ലേ? അതേ കുണിക്ക്, ഈ കാശുണ്ടല്ലോ, നീ കുണിക്കിയുടെ കയ്യിരിക്കണ കാശിനാ ഒത്തിരി ഐസ്ക്രീം കിട്ടുന്നേ. അതാ വലിയ കാശ്. ഈ ലല്ലുവിന് ചെറിയ കാശാ കൊടുത്തേ. അത് കുണിക്ക് അറിയില്ല, കുണിക്കിനെ പറ്റിക്കാൻ നോക്കിയതാ ഇവള്. അത് ഞാൻ തമാശക്ക്. നല്ല തമാശ. കൊച്ചിനെ പറ്റിക്കുന്നതാണോ തമാശ? നീ കൊടുത്ത 100 രൂപ ഇനി ഞങ്ങൾ തരുന്നില്ല. ഞാൻ പറഞ്ഞു കൊടുക്കും അമ്മാമ്മേനോട്. ഓ, നീ പോയി പറഞ്ഞു കൊടുക്ക്. നീ എന്തിനാ കുണിക്ക് ഒറ്റയ്ക്ക് ലല്ലിയുടെ അടുത്ത് വന്നേ? ഞാൻ വന്നില്ലെങ്കിൽ അവള് നിന്നെ പറ്റിച്ചേനെ. എന്നാ നീ അകത്തോട്ട് വാ. എല്ലാരും മുഴുവൻ കഴിക്കണേ. ഇനി വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാ മതി. കഴിക്കാൻ മുത്തശ്ശി, കണ്ടിട്ട് എന്നെ കൊതിയാകുക. എന്താ ഇങ്ങനെ ഇരിക്കണേ? കുണിക്കുമോക്ക് എന്താ വേണ്ടേ? എന്താ? ഇത് സദ്യയല്ലേ, ഇലസദ്യ. ഇതിലേ പച്ചക്കറികൾ മാത്രം ഉണ്ടാകുള്ളൂ. പായസം ചിക്കനൊക്കെ അമ്മാമ്മ രാത്രി ഉണ്ടാക്കി തരാട്ടോ. ഈ ചിക്കനോ? നീ ഇതിപ്പോ ഉണ്ടാക്കിയതേ? ഞാൻ രാവിലെ തന്നെ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായമേ. രാത്രി ഉണ്ടാക്കാന്ന് കരുതിയത്. ഓണസദ്യ അല്ലല്ലോ, വിഷു സദ്യയല്ലേ. അപ്പൊ പിന്നെ ചിക്കനൊക്കെ വിളമ്പാന്ന് കരുതി. എല്ലാവർക്കും ചിക്കൻ കിട്ടിയാലോ? ഇനി കഴിക്കാലോ. ഈ പിള്ളേരുടെ ഒരു കാര്യം, വന്ന് ചിക്കൻ ഇല്ലാത്ത ചോറ് ഇറങ്ങില്ലാന്നായിട്ടുണ്ട്. ലലിമോളെ, വേഗം കഴിക്കേ. ചിക്കൻ കിട്ടിയപ്പോ സന്തോഷമായില്ലേ? ആ അമ്മാമി. എല്ലാരും സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങണോട്ടോ. ഇപ്പൊ ഉച്ചയല്ലേ ആയുള്ളൂ. ഇപ്പഴല്ലേ കുണുക്കാ, സന്ധ്യ ആകുമ്പോഴാ പടക്കം പൊട്ടിക്കണ്ടേ. സന്ധ്യ ആകുന്നത് വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മള് സന്ധ്യാവിളക്ക് വെക്കൂലേ, അപ്പോഴാണ് സന്ധ്യാവണേ. അപ്പോഴാണ് പടക്കം പൊട്ടിക്കാൻ പറ്റണേ. ഒന്ന് വേഗം ആയാൽ മതിയായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് പടക്കം പൊട്ടിക്കായിരുന്നു. പടക്കം പൊട്ടിക്കുമ്പോ സൂക്ഷിക്കണേ ലല്ലിമോളെ. എനിക്ക് പേടിയാ, എന്തെങ്കിലും പറ്റിപ്പോയാൽ മായ വരുമ്പോ എന്നോട് ചോദിക്കുള്ളൂ. ഞാൻ നോക്കിക്കോളാം ആത്മാമേ. സൂക്ഷിക്കണം സൂക്ഷിക്കണം, എന്റെ പൊന്നു കുണുക്കാ സൂക്ഷിക്കണം. ഇവിടെ ലല്ലിമോളുടെ അമ്മ ഇല്ലാത്തത് കൊണ്ട് അവളോട് ഞാൻ പറഞ്ഞതാണേ. എല്ലാരും കഴിക്കേ. കുണുക്കി, ഉറങ്ങാൻ കിടത്തിട്ട് നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഉറക്കം വന്നില്ലെന്ന് പറഞ്ഞ് തനി ഇറങ്ങി വരിക. ആരും കണ്ടില്ലേ? നീ എന്താ ഇവിടെ വന്നേ? ഞാൻ പറഞ്ഞില്ലേ സന്ധ്യ ആകുമ്പോഴാ പടക്കം പൊട്ടിക്കണേ. വിളക്കൊക്കെ വെക്കട്ടെ. ഇതെന്താടി മമ്മി വിളി? ഹോ, ലല്ലിമോള് പറയണ കേട്ടിട്ടാണോ? സന്ധ്യയാണെങ്കിൽ നീ സദ്യയൊക്കെ കഴിച്ചതല്ലേ, പോയി കിടന്ന് ഉറങ്ങണം. എന്നിട്ട് വൈകുന്നേരം എണീറ്റ് ചായയൊക്കെ കുടിച്ച് മേല് കഴുകി കഴിയുമ്പോ വിളക്ക് വെക്കും. അപ്പഴാ സന്ധ്യ ആവുന്നേ.
എന്തായാലും നീ ഇവിടെ നിൽക്കണ്ട, നീ പോയേ മുകളിൽ പോയി കിടന്ന് ഉറങ്ങിക്കേ. ഞാൻ ഈ പടക്കമൊക്കെ മാറ്റി വെക്കാൻ പോകുക. എന്താ നോക്കി നിൽക്കുന്നേ? മേളിൽ പോയി കിടന്ന് ഉറങ്ങ ചെല്ലേ. കുണിക്കുമോളെ, എന്താ എന്റെ കുണിക്കുമോൾ ഉറങ്ങാത്തെ? പടക്കം പൊട്ടിക്കാൻ കൊതിച്ച് നിൽക്കുവാണോ? അമ്മ പറഞ്ഞത് കേട്ടില്ലേ? സന്ധ്യയാകുമ്പോ പടക്കം പൊട്ടിക്കാട്ടോ. അമ്മ പറഞ്ഞത് കേട്ടില്ലേ? കുണിക്കും കുണുക്കനും കൂടുതൽ പടക്കം മേടിച്ചേക്കണേ, കമ്പിത്തിരിയും എല്ലാം. സന്ധ്യയാകുമ്പോ പൊട്ടിക്കാട്ടോ. ആരും അറിയാതെ ഇങ്ങോട്ടൊന്നും വന്നേക്കല്ലേ. അല്ല, ലല്ലിമോൾ ഉറങ്ങിയില്ലേ? ഞാൻ ഉച്ചക്ക് ഉറങ്ങാറില്ല, എനിക്ക് ഇഷ്ടമല്ല ഉച്ചക്ക് ഉറങ്ങണേ. സദ്യയൊക്കെ കഴിച്ച് നന്നായി ഉറങ്ങിയാലല്ലേ നിങ്ങൾക്ക് വൈകുന്നേരം എണീറ്റ് കമ്പിത്തിരിയൊക്കെ കത്തിക്കാൻ പറ്റൂ. എനിക്ക് ഉറങ്ങണ്ട. ലല്ലിമോൾ ഉറങ്ങുന്നില്ലെങ്കിൽ വേണ്ട, അമ്മാമ്മയുടെ കുണിക്കിപ്പോന്നെ ഉറങ്ങിക്കോട്ടോ. ചെല്ലി മോളിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ. സന്ധ്യയാകട്ടെ, കൂടുതൽ പടക്കം ഞാൻ എന്റെ കുണിക്കുമോക്കേ തരൂ. ഒരു കുണിക്ക് അമ്മാമ്മ. എടി നീ എവിടെ പോകുവാ? എടി മണ്ടി, ഇവര് നിന്നെ പറ്റിക്കണതാടി. നീ ഉറങ്ങുമ്പോ ഈ എള്ള പടക്കം മുഴുവൻ എല്ലാരും കൂടി എടുത്ത് പൊട്ടിക്കും. ആ വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട. ഞാനൊരു കാര്യം പറയട്ടെ. എന്ത് കാര്യമാണ്? നമുക്കൊരു സർപ്രൈസ് കൊടുത്താലോ? സർപ്രൈസോ? നമ്മൾ കുട്ടികളല്ലേ, കുട്ടികൾക്ക് പടക്കം പൊട്ടിക്കാൻ അറിയില്ലെന്ന് എല്ലാരും കരുതിയേക്കണേ. ഞാൻ നിനക്കൊരു മാലക്ക് പടക്കം കത്തിച്ചു തരാം. നീ അതുകൊണ്ട് നിന്റെ അമ്മാമ്മയില്ലേ ഇപ്പൊ പോയ അമ്മാമ്മയുടെ കയ്യിൽ കൊടുക്കണം. അമ്മാമ്മയെ എനിക്ക് പടക്കം പൊട്ടിക്കാൻ അറിയാലോ എന്നും പറഞ്ഞ് അമ്മാമ്മയുടെ മേത്തോട്ടിടണം. ഇല്ലടി കുണിക്ക്, ഇത് കുട്ടികൾ പൊട്ടിക്കുന്ന പടക്കമാ. ഇതിനധികം തീയും ഇതൊന്നും ഇല്ല. അമ്മാമ്മ പറഞ്ഞില്ലേ കുണുക്കനും കുണിക്കും വേണ്ടി വാങ്ങിച്ചതാന്ന്. ഇത് ചെറിയൊരു തീയേ ഉണ്ടാവൂ. കുട്ടികളുടെ പടക്കമൊന്നും പറഞ്ഞ് വാങ്ങിയതാ കടയെന്ന്. ഇത് തന്നെ പറ്റിയ അവസരം. ഒരു അമ്മാമ്മ സ്നേഹം. മാലപ്പടക്കത്തിന് തീ കൊടുത്തിട്ട് ഇവിടെ കയ്യിലോട്ട് കൊടുക്കാം. അമ്മാമ്മയുടെ അടുത്തോട്ട് ഇവളെ ഓടട്ടെ, രണ്ടുപേരും പടക്കം പൊട്ടി കരിയട്ടെ. ഒന്നുമില്ലടി കുണുക്കി, ഞാൻ മാലപ്പടക്കം നോക്കുക. ഇന്നടി ഞാനിത് വേഗം കത്തിച്ചു തരാം. ഇത് കത്തിച്ച ഉടനെ ഇവിടെ നിൽക്കരുത് കേട്ടോ. അമ്മാമ്മയുടെ അടുത്തോട്ട് ഓടിക്കൊള്ളണം. ഇന്ന കുണിക്ക് ഓടിക്കോ. ഇന്ന് ഇവളുടെ അമ്മാമ്മയും പൊള്ളും. എന്താടി കുണിക്ക്? അയ്യോ മാലപ്പടക്കം. അയ്യോ ഇതെന്താ തീയോ? ഗീതയെ കുറച്ച് വെള്ളം കൊണ്ടുപോവാ. കുണിക്ക് പറ, നീ എന്താ കാണിച്ചേ? ഇങ്ങനെ ചോദിച്ചാ പറയില്ല, രണ്ട് അടി കൊടുക്കടാ. എന്നോട് പറയുന്നോ? കുണിക്കിനെ അച്ഛമ്മ കണ്ടതല്ലേ? പടക്കം പൊട്ടിച്ചുകൊണ്ടൊന്ന് അച്ഛമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണോ വേണ്ടത്? വീട് കത്തിയനല്ലോ. കൊച്ചാണ് പോലും, കൊച്ചു രണ്ട് അടി കൊടുക്കടാ. ലല്ലി ചേച്ചിയാ. ദേ എന്റെ മോളെ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ, ലല്ലിയാണ് പോലും. എന്നോട് പറയുന്നോടി. അമ്മ ഒന്നും മിണ്ടാതിരിക്കും. എന്തായാലും ഇത്രയും ചെറിയ കൊച്ചു തീപ്പെട്ടി എടുത്ത് ഇത് കത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുണിക്ക് പറയട്ടെ എന്താ ഉണ്ടായെന്ന്. എനിക്ക് തോന്നി വേറെ ആരെങ്കിലും കുണിക്കിനെ പറ്റിച്ചതായിരിക്കുമെന്ന്. കുണിക്ക് എന്തായാലും തനിയെ പടക്കം കത്തിക്കില്ല. അല്ല അല്ലി എവിടെ? അവക്കിട്ടാ രണ്ട് കൊടുക്കണ്ടേ. എടെ മോനി മാധവ, നീ അവളൊന്നും ചെയ്യല്ലേ. അവളുടെ അമ്മ ഇവിടെ നിർത്താൻ കൊണ്ടുവന്നതല്ലേ. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ? അവള് ചെയ്തത് ശരിയാണോ? അവൾ 5ാം ക്ലാസ്സിലല്ലേ, തീരെ കുഞ്ഞുകുട്ടിയൊന്നും അല്ലല്ലോ. പടക്കം അങ്ങനെ കുണിക്കുമോട്ട് കയ്യിൽ വെച്ച് പൊട്ടിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? എടാ അത് അവളെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. അമ്മ പറയണ്ട, അവളുടെ അമ്മേനെ ഞാൻ ഇപ്പൊ തന്നെ ഫോൺ ചെയ്ത് രണ്ട് പറയുന്നുണ്ട്. നിനക്കിപ്പോ സമാധാനായില്ലേ? നീ എന്തിനാണ് ലല്ലിയുടെ പേര് പറഞ്ഞു കൊടുത്തത്? എടി നീ അപ്പൊ നിന്റെ അമ്മാമ്മയുടെ മേളിലേക്ക് ഇടുന്നതിന് പകരം എന്റെ മേത്ത് മനഃപൂർവ്വം ഇട്ടതാണല്ലേ?